ഹായ് ഓൾ നമസ്കാരം. എൻ്റെ പേര് സിദ്ധാർത്ഥ് എന്നാണ്. ഞാൻ ഇപ്പോൾ വന്ന UPSC സിവിൽ സർവീസ് എക്സാമിനേഷനിൽ ഓൾ ഇന്ത്യ റാങ്ക് 271 നേടിയിട്ടുള്ള ഒരാളാണ്. ഞാനിപ്പോൾ ഗാലന്റ് IAS പോലെയാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ്റെ സമയത്താണ് ഗാലന്റുമായിട്ടും ജസ്റ്റിൻ സാറുമായിട്ടും പരിചയപ്പെടുകയും സാറിൻ്റെ ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. രമിത് ചെന്നിത്തല സാർ, അതേപോലെ ദിലീപ് കാനിക്കര സാറുമായിട്ടുള്ള സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഡയറക്ട്ലി ഫ്രം ഓഫീസേഴ്സിൻ്റെ ഒരുപാട് ഇൻപുട്സ് കിട്ടുന്ന ഒന്നായിരുന്നു. അങ്ങനെ സാർ എനിക്ക് ദിലീപ് കാനിക്കര സാറുമായിട്ടൊരു 1-on-1 സെഷൻ അറേഞ്ച് ചെയ്ത് തരികയുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പുള്ളിയുടെയും തിരക്കിന്റെ ഇടയിൽ നിന്നാണ് സാർ എനിക്ക് അത് അറേഞ്ച് ചെയ്ത് തന്നത്. പക്ഷേ ഒരു 8:30 തൊട്ട് എനിക്ക് തോന്നുന്നു ഒരു 40-45 മിനിറ്റ്സ് ദിലീപ് സാർ ഇരുന്ന് എൻ്റെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്ന് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ച് എൻ്റെ ആൻസേഴ്സ് കറക്റ്റ് ചെയ്ത് വളരെ പോസിറ്റീവായിട്ടും നമ്മളെ റിയൽ ഫ്രം അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്റ്റീവ്, അതിനുശേഷം എനിക്ക് പുള്ളിയോട് ചോദ്യം ചോദിക്കാൻ പറ്റി. പുള്ളി അതിനനുസരിച്ചുള്ള ആൻസേഴ്സ് പറഞ്ഞു തന്നു. അപ്പൊ അങ്ങനെ റിയലി ഒരു ഇന്റർവ്യൂവിന് പോകുന്ന ഒരാൾ ഒരു യങ് ആസ്പിരന്റ് ആണ്, അതേപോലെ തന്നെ ഒരു ബ്യൂറോക്രാറ്റ് ആണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ഡയറക്റ്റ് പെർസ്പെക്റ്റീവോട് കൂടി ഇന്റർവ്യൂവിന് പോകാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് ഗാലന്റും ജസ്റ്റിൻ സാറും ദിലീപ് സാറും ഒക്കെയാണ്. സോ ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ദിസ് ടൈം ടു താങ്ക് ഗാലന്റ് IAS ഫോർ ദി ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാം. Siddharth, happiest congratulations for securing All India Rank 271 in CSE 2025. So, നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. KS എക്സാമിൽ സെക്കൻഡ് റാങ്ക് ഹോൾഡറാണ്. അതുപോലെ തന്നെ നമ്മുടെ UPSCയിൽ CSEയിൽ 271ാമത്തെ റാങ്ക് എന്ന് പറയുന്നത്. സോ എനിക്ക് ആദ്യം സിദ്ധാർത്ഥിനോട് ചോദിക്കാനുള്ളത്, ഈ ഒരു ജേർണിയിൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ഹാർഡ്ഷിപ്സ് എന്തെല്ലാമായിരുന്നു? സാർ, ഒന്ന് പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നില്ല എന്നുള്ളായിരുന്നു. 3 അറ്റംപ്റ്റിൽ അത് വന്നില്ല. അപ്പൊ 4ാമത്തെ അറ്റംപ്റ്റിൽ പ്രിലിംസ് ക്ലിയർ ചെയ്യണം എന്നുള്ള രീതിയിൽ അത് കംപ്ലീറ്റ്ലി അതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത് ക്ലിയർ ആവോ ഇല്ല എന്നുള്ളൊരു കൺസേൺ മേജർ ആയിട്ട് ഉണ്ടായിരുന്നു. കാരണം അത് ഒരിക്കൽ കൂടെ അത് അവിടെ ഫംബിൾ ചെയ്താൽ പിന്നെ ഒരു പോക്കില്ല എന്നൊരു സാധനം. രണ്ടാമത് ഉണ്ടായത് ഫിസിക്കലി ഈ റൈറ്റിംഗ് മെയിൻസ് ഒരു ഭയങ്കര ടയറിങ് സാധനമാണ്. ഈ ഇത്രയും എക്സാമിനേഷൻ ബാക്ക് ടു ബാക്ക് എഴുതുന്നത്. അപ്പൊ അതില് കുറച്ചുകൂടെ ഹാർഡ്ഷിപ്പ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടുമായിരുന്നു പ്രധാനപ്പെട്ട മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹാർഡ്ഷിപ്പ്. ഫൈൻ. സോ കമ്മിങ് ടു നമ്മുടെ ഈ പ്രിലിംസ്, ഇനിയിപ്പോ ചുരുങ്ങിയ ദിവസങ്ങളുള്ളൂ. 60+ ഡേയ്സ് ആർ ദർ ഫോർ ദ പ്രിലിംസ്. പ്രിലിംസിന് ഇപ്പൊ ഒരു ലാസ്റ്റ് ഒരു 3 months അല്ലെങ്കിൽ 4 months സീരിയസ്ലി ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് സിദ്ധാർത്ഥിന്റെ ഒരു എക്സ്പീരിയൻസിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? സാർ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ മാർച്ചായി. അപ്പൊ ഇനി March 30 വരെ നിങ്ങൾക്ക് സബ്ജക്ട് ബേസ്ഡ് ടെസ്റ്റുകൾ എടുക്കാം. സബ്ജക്ട് ബേസ്ഡ് ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ കീ മാക്സിമം ഒരു 3 to 4 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് പ്രിഫർ ചെയ്യാം. അതിന്റെ കീസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നു എന്നിട്ട് ഏപ്രിലിൽ ഫുൾ ടെസ്റ്റുകളും ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച നോട്ടും ഇതിനുള്ള റിവിഷൻ കോർ സബ്ജക്ട് ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഇപ്പൊ പൊളിറ്റി എക്കണോമി അത്യാവശ്യം ഹൈ ഇത് കൊടുത്ത് ഇപ്പോ മിഡീവൽ മോഡേൺ ഒക്കെ കുറച്ചുകൂടെ താഴേക്ക് വെച്ച് നമ്മളൊരു സബ്ജക്ട് ഡിഫറൻഷിയേഷൻ നടത്തിയിട്ടുള്ള ഒരു റിവിഷനും. ആൻഡ് മെയ്യിൽ എത്തുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു PYQ ഫോക്കസ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ആഫ്റ്റർ May 10 ഒരു 10 to 15 days ടുവേർഡ്സ് എക്സാമിനേഷൻ മുന്നത്തെ PYQന്റെ ബേസിക് കാര്യങ്ങളും അതിന്റെ ഒരു ബേസിക് കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രിലിംസിന് നല്ലൊരു സ്ട്രാറ്റജി ആവും. കുറെ കുട്ടികളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു എലമെന്റ് മേ ബി ദ സ്ട്രാറ്റജി വിത്ത് കറണ്ട് അഫയേഴ്സ് പാർട്ടായിരിക്കാം. കറണ്ട് അഫയേഴ്സ് ഇപ്പം ന്യൂസ് പേപ്പർ മാത്രം ഫോളോ ചെയ്യണോ, ഇയർലി കമ്പൈലേഷൻ, മന്ത്ലി മാഗസിൻസ്? ഇപ്പോൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ടുള്ള സിദ്ധാർത്ഥിന്റെ ഒരു എങ്ങനെയായിരുന്നു? വാട്ട് വാസ് ദ സ്ട്രാറ്റജി ഫോർ ടാക്ലിംഗ് കറണ്ട് അഫയേഴ്സ് പാർട്ട്? ഞാൻ മെയിൻ ആയിട്ട് ന്യൂസ് പേപ്പർ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. മാക്സിമം അതിൽ നിന്ന് വായിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാനായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യും. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു മുന്നേ പ്രിപ്പയർ ചെയ്ത ഫാബി ഒക്കെ ആയിട്ട് മുന്നേ ഓൾ ഇന്ത്യ റാങ്ക് വന്നില്ല. അപ്പൊ ഫാബിയുടെ ഒക്കെ നോട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് വരുന്നത്. അപ്പൊ അത് ബേസ് ചെയ്ത് കുറച്ച് നോട്ട് ഉണ്ടാക്കി ഞാൻ. പിന്നെ അതിനുശേഷം മെയിൻ ആയിട്ട് ചെയ്ത് അതിൽ മിസ് ഔട്ട് ആവുന്ന ചില സബ്ജക്റ്റുകളുണ്ട്. എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്, എൻവയോൺമെന്റ്, ഇതെല്ലാം നമുക്ക് വിഷൻ കമ്പൈലേഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്കാഡമിയുടെ കമ്പൈലേഷൻസ് ഉപയോഗിച്ച് കവർ ചെയ്യുന്നതായിരുന്നു എന്റെ സ്ട്രാറ്റജി. ഫൈൻ. സോ കമ്മിങ് ടു ദിസ്, നമുക്കറിയാം നമ്മുടെ ഈ എക്സാമിൽ പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ സ്റ്റേജസിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവൻ ദോ ദാറ്റ് ഇന്റർവ്യൂ ഈസ് പാർട്ട് ഓഫ് ദ മെയിൻസ്, ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇന്റർവ്യൂ ആസ് സച്ച്, അത് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? ഇന്റർവ്യൂവിന്റെ ഒരു മാർക്കിന്റെ ബലത്തിലാണ് ഞാൻ ഈ ലിസ്റ്റിൽ തന്നെ വരുന്നത്. അപ്പോൾ ഇന്റർവ്യൂ എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് പോലെ വന്നൊരു സ്റ്റേജ് ആണ്. അപ്പോൾ ഇന്റർവ്യൂ നടന്നത് ദിനേശ് ദാസ് സാറിന്റെ ബോർഡായിരുന്നു. സാർ ഈ പറയുന്ന പോലെ എന്നോട് പബ്ലിക് സ്പീക്കിംഗ് റിലേറ്റഡ് ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു സ്കോർ വന്നത്. അപ്പൊ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന കൺസേൺ ഇത് തന്നെയായിരുന്നു, ഒരു കാഷ്വൽ കോൺവെർസേഷൻ എങ്ങനെ ഡീൽ ചെയ്യാം. പബ്ലിക് ഫോർമൽ ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് പറ്റും. പക്ഷെ ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടി ഒരു പേഴ്സണൽ കോൺവെർസേഷൻ ലെവലിലേക്ക് ഇതിനെ എലിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നല്ല മാർക്ക് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ എന്നോട് ഭാഗ്യത്തിന് അവരുടെ കംഫർട്ട് സോണിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പൊ അത് തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ നാച്ചുറലി ആ ഒരു ഫ്ലോ കിട്ടി, നല്ല രീതിയിൽ അത് മുന്നോട്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നൈസ്.
കമ്മിങ് ടു മറ്റൊരു പ്രധാനപ്പെട്ട പോർഷൻ, ഇപ്പം ഒബിയസ്ലി പ്രിലിംസ് കഴിഞ്ഞാൽ വിത്തിൻ ഫ്യൂ മന്ത്സ് യു ഹാവ് ടു ഗോ ഫോർ ദ മെയിൻസ് പാർട്ട്. മെയിൻസിലും കുട്ടികൾ കൺഫ്യൂസ്ഡ് ആണ്. ഇറ്റ്സ് യു ഹാവ് ഓൾ ദ 9 പേപ്പേഴ്സ്, ക്വാളിഫയേഴ്സ് ആൻഡ് ദിസ് മെറിറ്റ് പേപ്പേഴ്സ്. ഓഫ് കോഴ്സ് ഓപ്ഷണൽ ഈസ് ദ മെയിൻസിന്റെ ഒരു പ്രിപ്പറേഷന്റെ പ്ലാനും പദ്ധതിയൊക്കെ എങ്ങനെയാണ്? മീൻസ് ഇത് എങ്ങനെയാണ് മെയിൻസിന്റെ ഈ ഓപ്ഷണൽസും GS ഒക്കെ ഒന്ന് ടാക്കിൾ ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? അത് ഈ പറഞ്ഞ പോലെ മെയിൻസ് ഓപ്ഷൻസിലാണ് എനിക്ക് ഏറ്റവും കുറവ് ഒരു ടൈമും വന്നത്, മാർക്കും അങ്ങനെയാണ് വന്നത്. അപ്പൊ ആ 3 മാസത്തിൽ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ, ഡെലിവറബിൾസ് ആയി കിട്ടുന്ന കണ്ടന്റുകൾ നന്നായിട്ട് നോക്കി, പിന്നെ കുറച്ച് ടെസ്റ്റിന്റെ കീസ് അത്യാവശ്യം ഫോളോ ചെയ്തപ്പോഴത്തേക്ക് അതിൽ നിന്ന് കിട്ടിയ കണ്ടന്റും കൂടെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ GS പേപ്പേഴ്സ് ഹാൻഡിൽ ചെയ്തത്. മലയാളം ഓപ്ഷണൽ ക്ലാസ്സും ബുക്സ് പിന്നെ റീഡ് ചെയ്ത് മാക്സിമം കോട്ടുകൾ കാണാതെ പഠിച്ചു. അത് ഞാനിവിടെ സരിത ടീച്ചർ, മാഷ്വൽ സർ, അവരാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പൊ ടീച്ചർ സാറും കൂടെ തന്ന ഇൻപുട്സും അവരെഴുതിയ അവര് എന്റെ ആൻസർ കറക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് വീണ്ടും റീറൈറ്റ് ചെയ്ത് അങ്ങനെയാണ് ഓപ്ഷണൽസിലേക്ക്. ഇറ്റ്സ് ലൈക്ക് ആൻസർ റൈറ്റിംഗിന് വേണ്ടിയിട്ടൊരു എക്സ്ട്രാ എഫേർട്ട് ഉണ്ടായിരുന്നു, അതോ അത് സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്തു പോകുന്ന ഒരു പ്രാക്ടീസ് ആയിരുന്നു? ഇല്ല, നല്ല എഫേർട്ട് ഉണ്ട്. ഞാൻ 2021 പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ എന്റെ ആൻസേഴ്സ് ഭയങ്കര വലുതായിരുന്നു. പിന്നീട് ഗ്രാജുവലി ടോപ്പോസ്കോപ്പി കണ്ട് അതിന്റെ മോഡൽസ് ട്രൈ ചെയ്ത് ഞാൻ എന്റേതായ രീതിയിൽ അതിനെ എങ്ങനെ ഒരു കുറച്ചുകൂടെ ഒരു പ്രസന്റബിൾ ആക്കാം, കുറച്ചുകൂടെ ഇതാക്കാം നോക്കിയിട്ടാണ് ആൻസർ റൈറ്റിംഗ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയത്. ഓക്കെ. സോ ഇപ്പം സിദ്ധാർത്ഥ് പറഞ്ഞൊരു മെയിൻ പോയിന്റ്, ഐ മീൻ ഒരുപാട് സ്റ്റുഡൻസ്, വാട്ട് ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഫ്യൂ ഇയേഴ്സ്, ലാസ്റ്റ് 10 to 15 ഇയേഴ്സ്, ഈ പ്രിസിഷൻ പാർട്ടീസ് ഇറ്റ്സ് എ ഹ്യൂജ് ടെൻഷൻ ഫോർ സോ മെനി ആസ്പിറൻസ്. നല്ല കണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒത്തിരി എഴുതാൻ പറ്റും, ഒത്തിരി അവർ പഠിക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ആസ് വി സെഡ്, ഈ ഒരു 6 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റിനുള്ളിൽ 150 വേർഡ്സിലേക്ക് 2 പേജിലേക്ക് ഒതുക്കുക എന്നുള്ള വലിയൊരു ടാസ്ക്കാണ്, എസ്പെഷ്യലി ഫ്രം മെയിൻസ് പെർസ്പെക്റ്റീവ്. ഈ ഒരു പ്രിസിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യു സെഡ് ദാറ്റ് യു റെഫേർഡ് ടോപ്പേഴ്സ് കോപ്പീസ് ആൻഡ് ഓൾ. അതിന്റെ ഒരു ഐ മീൻ എത്രത്തോളം ലൈക്ക് ടോപ്പേഴ്സ് കോപ്പിയിൽ ഡിപ്പെൻഡഡ് ആയിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം അഡീഷണൽ എലമെന്റ്സ് you know followed for making for bringing that precision part in the answer writing? സർ, ടോപ്പേഴ്സ് കോപ്പി ഒരു മൈൻഡ്ലെസ് അതിന്റെ ഒരു ഇമിറ്റേഷൻ അല്ല ഞാൻ ചെയ്തത്. പല കോപ്പി നോക്കി. അതിൽ ചിലത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചിലതിപ്പോ ചില ആൾക്കാർ വളരെ 10 സോളിഡ് പോയിന്റ് എഴുതുന്ന ആൾക്കാരുണ്ട്. അത്രയും പോയിന്റ് എനിക്കില്ല. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതാണ് ഫസ്റ്റ് കോമ്പാറ്റബിലിറ്റി ഫാക്ടർ. 2, അതിനകത്ത് നടത്തുന്ന ഇംപ്രവൈസേഷൻ. ഇപ്പൊ ഒരാൾ വെറുതെ ഒരു മാപ്പാ വരച്ചേക്കുന്നെങ്കിൽ ഞാൻ ആ മാപ്പിനെ ലേബൽ ചെയ്യും, അല്ലെങ്കിൽ ആ മാപ്പിന്റെ ലേബൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു വാല്യൂ അഡീഷൻ കൊടുക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്ത് അതിനെ കുറച്ചുകൂടെ വിസിബിൾ ആക്കുക, കുറച്ചുകൂടെ ഒരു ഇംപ്രസീവ് ആക്കുക എന്നുള്ളതാണ് ഞാൻ ട്രൈ ചെയ്തത്. പക്ഷേ പ്രസിഷൻ പലയിടങ്ങളിലും പോയത് കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്റെ GS 1 പേപ്പർ കംപ്ലീറ്റ് അല്ല, മലയാളം ഓപ്ഷണൽ പേപ്പർ 2 കംപ്ലീറ്റ് അല്ല, അങ്ങനെ ഇൻകംപ്ലീറ്റ് ആയി പോയ പേപ്പറുകളും ഉണ്ട്. നമുക്കറിയാം, ഞാനിപ്പോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ, ഒരുപാട് പേര് സിവിൽ സർവീസ് ആഗ്രഹിക്കുന്നവരുണ്ട്, സീരിയസ്ലി സിവിൽ സർവീസ് ആഗ്രഹിക്കുന്നു. പക്ഷെ ദേ ഹാവ് ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ് വെദർ ഇതൊരു എന്താ പറയുക, ഒരു ഭയങ്കര ഐക്യമുള്ള ഒരാൾക്ക് പറ്റിയ സംഭവമാണോ, സാധാരണക്കാരന് മുൻപ് പറ്റുമോ, അല്ലെങ്കിൽ ഇറ്റ് മേ ടേക്ക് ലോട്ട്സ് ഓഫ് ഇയേഴ്സ്, ലോട്ട്സ് ഓഫ് എഫേർട്സ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഒരു കോമൺ ഫോക്കിന് അവർ സീരിയസ്ലി സിവിൽ സർവീസ് ആഗ്രഹിക്കുന്നുണ്ട്, ബട്ട് ദേ വാണ്ട് ടു ഹിയർ ഇറ്റ് ഫ്രം എ ടോപ്പർ വെദർ എന്നെ കൊണ്ട് ഇത് പറ്റുമോ. അങ്ങനെയുള്ള ഒരു ആസ്പിറൻസ് കമ്മ്യൂണിറ്റിനോട് എന്തായിരിക്കും സിദ്ധാർത്ഥിന് പറയാനുള്ളത്? സർ, എനിക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും നമ്മൾ ഈ എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കുക, ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് അതിന്റെ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട എഫേർട്ട്, അത് നമുക്ക് ഗൈഡൻസിൽ എടുക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുക്കാം, നമുക്കായിട്ട് തന്നെ കണ്ടുപിടിക്കാം. ആ റൈറ്റ് എഫേർട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുക. അപ്പൊ അതിന് വേണ്ട സമയവും നമ്മുടെ തിരക്ക് നോക്കണം. നമ്മളിപ്പോ വാക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഒരു 1 ഇയർ കംപ്ലീറ്റ്ലി ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. അപ്പൊ അത് 2 ഇയർ പ്ലാൻ ആക്കുക. അപ്പൊ നമുക്ക് വേറെ എക്കണോമിക് കുറെ കാര്യങ്ങളുണ്ടെങ്കിൽ 3 ഇയർ പ്ലാൻ ആക്കുക. അപ്പൊ നമുക്ക് എത്ര പ്ലാൻ, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ സാഹചര്യം, ഇതിനെല്ലാം അനുസരിച്ച് ഒരു റിയലിസ്റ്റിക് പ്ലാൻ ഉണ്ടാക്കി അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ട്. അതാണ് എനിക്ക് പറയാൻ. ഈ KS-ന്റെ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? സിവിൽ സർവീസിനോടൊപ്പം പഠിച്ചു പോകുമായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ പ്ലാനും ലൈക്ക് ഒരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ടായിരുന്നു? ഇല്ല, അത് സിവിൽ സർവീസിന്റെ കൂടെ തന്നെ ആയിരുന്നു സാർ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിന്റെ കൂടെ കേരള എഡിഷൻ, കേരള പോർഷൻസ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തു. കാരണം മറ്റേതിന്റെ സമയം ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ ഉടനെ ബാക്ക് ടു ബാക്ക് പരീക്ഷ വരികളായി. മറ്റൊരു സംഭവം നമുക്കറിയാം, ഒരുപാട് ഇപ്പം നമ്മുടെ ഇവിടെ ആണെങ്കിലും ഒരുപാട് വർക്കിംഗ് ആസ്പിറൻസ് ജോലിയോടൊപ്പം തന്നെ അവർ പാരലലി പ്രിപ്പയറിംഗ് ഫോർ സിവിൽ സർവീസസ്. സോ ഒരു വർക്കിംഗ് ആസ്പിറന്റിന് സീരിയസ്ലി ഒരു 2026 ടാർഗറ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് what kind of the motivation or maybe message you will be giving? അവർക്ക് അച്ചീവബിൾ ആണോ, ചെയ്യാൻ പറ്റുമോ? വർക്കിംഗ് ആസ്പിറൻസിന് ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും സാർ. പക്ഷേ നമ്മൾ ഈ പ്ലാൻ വെക്കുമ്പോൾ ഇതാണ്, വർക്കിംഗ് ആസ്പിറന്റ് ആണ്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് 1 ഇയറിൽ നേടാം എന്നുള്ളതല്ല. വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം, ഒരു ദിവസം ചിലപ്പോൾ നമുക്കൊരു 4 hours
5 hours ആയിരിക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു ഫുൾ ടൈം ആസ്പിരന്റ് ചെയ്യുന്നതിന്റെ പകുതിയേ ഉള്ളൂ. അപ്പൊ ഫുൾ ടൈം ആസ്പിരന്റ് 1 year ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമ്മളത് 2 yearലേക്ക് പ്ലാൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വർക്കിംഗ് ആസ്പിരന്റ് ആകുമ്പോൾ നമ്മൾ ടയേർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൂടെ കാൽക്കുലേറ്റ് ചെയ്ത് അത് അങ്ങനെ ടയേർഡ് ആയാലും ഒന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും വരും എന്നുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് അതിൽ കാര്യം കിടക്കുന്നതാണ്. And coming up to this CSAT part, നമുക്കറിയാം CSAT is a qualifier, but still many aspirants just because of CSAT couldn't qualify the prelims part. അപ്പോൾ CSATന്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു സിദ്ധാർത്ഥത്തെ? CSAT ഞാൻ ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് ആണ് സാർ. അപ്പൊ എനിക്ക് കോംപ്രിഹെൻഷൻ ഇസ് മൈ ഫോർട്ടെ, അതെനിക്കറിയാം. ഞാൻ ഏത് ഇതെടുത്താലും കോംപ്രിഹെൻഷൻ 25 ചോദ്യം ഉണ്ടെങ്കിൽ മോർ ദാൻ 20 ശരിയാവും. അതേപോലെ എല്ലാ ആൾക്കാർക്കും ഒരു സ്ട്രെങ്ത് ഉണ്ടാവും, ഈതർ ഇൻ കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ മാത്സ്. നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടാവുക കോംപ്രിഹെൻഷനിലാണ്, മറ്റുള്ളതാണെങ്കിൽ മാത്സിലാണ്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ സ്ട്രെങ്ത് കണ്ടെത്തി അതിൽ മാക്സിമം ആക്യുറസി കൂട്ടുക, അതേസമയം മറ്റിടത്ത് നമ്മളൊരു എബോ ആവറേജ് ആവാൻ ശ്രമിക്കുക. ഞാൻ കണ്ടിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എവരിബഡി ടെൻഡ് ടു ഫോക്കസ് ഓൺലി ഓൺ കോംപ്രിഹെൻഷൻ എയ്തർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മാത്സിൽ മാത്രം. അങ്ങനെ ചെയ്താൽ നമുക്ക് റിസ്ക് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡിഫിക്കൽട്ട് ആവുകയാണെങ്കിൽ ഹാവ് ബീൻ ഇൻസ്റ്റൻസസ് ഈ 2023 മാത്സ് ഡിഫിക്കൽട്ട് ആയി. പക്ഷെ അന്നും എനിക്ക് 90+ ഉണ്ടായിരുന്നു CSAT. കാരണം ഞാൻ ഇംഗ്ലീഷ് ഞാൻ എന്റെ ഇതാക്കി വെച്ചിട്ടുണ്ട്, മാത്സിലും ഒരു എബോ ആവറേജ് കാര്യങ്ങൾ. അപ്പൊ അന്ന് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ആയിരുന്നു ഭയങ്കരമായിട്ട് ഒരുപാട് വന്നത്. അത് എഴുതാതെ തന്നെ എനിക്കത് ക്ലിയർ ആവാൻ പറ്റി. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്ഷമ നമുക്ക് വേണം എന്നുള്ളതാണ്. നമ്മൾ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിൽ സമയം കളഞ്ഞ് അവസാനം ആകുമ്പോൾ ടെൻഷനായി അറിയാവുന്നൂടെ പോകും എന്നുള്ളതാണ് CSATന്റെ പ്രശ്നം. അപ്പൊ ഈക്വൽ എഫേർട്ട് ഇട്ട് ആ ഒരു മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ CSAT ക്ലിയർ ആവുന്നു. എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ, ഇറ്റ്സ് ലൈക്ക് നമ്മുടെ അടുത്തൊക്കെ കുട്ടികളെ ചോദിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അവർ അറിയാൻ ആഗ്രഹിക്കുന്നത്, സാർ ഒരു ടോപ്പർ എങ്ങനെയായിരിക്കും ഒരു ഡെയിലി റുട്ടീൻ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര അവേഴ്സ് ആണ് സീരിയസ്ലി, ബിക്കോസ് മെനി മെന്റേഴ്സ് മെനി സ്ട്രാറ്റജീസ് സോ മെനി തിങ്സ് ആർ ദർ. അപ്പോൾ ഒരു ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ, സാർ ഞാൻ എത്ര സമയമാണ് ശരിക്കും പ്രിപ്പറേഷന് സ്പെൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ടോപ്പർ എത്രയായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. സിദ്ധാർത്ഥിന്റെ ഒരു ഡെയിലി റൂട്ടീൻ എങ്ങനെയായിരുന്നു? സാർ ഞാൻ ഈ പറഞ്ഞ പോലെ 2 ടൈം ഉണ്ട്. ഒന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, പിന്നെ ലീവ് എടുത്തിട്ടില്ല. ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 5-5:30 വരെ സെക്രട്ടേറിയറ്റിലുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് റീഡിംഗ് റൂമിലേക്ക് തിരിച്ചു വരും 7-7:30. പിന്നെ ഒരു 12:30-1 വരെയൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും, ടയേർഡാണ് ഓഫീസ് കഴിഞ്ഞിട്ട്. അപ്പൊ ഒരു 5 hours ആയിരുന്നു ആ സമയത്ത്. പിന്നീട് ലീവ് എടുത്ത സമയം ആയപ്പോഴത്തേക്ക്, അപ്പോഴും ഈ രാവിലെ ഒരുപാട് നേരത്തെ എനിക്ക് എഴുന്നേക്കുന്ന എന്റെ ഒരു ഹാബിറ്റ് അല്ല. അപ്പോ അതൊരു മോശം ഹാബിറ്റ് ആണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു 10-11 ആവും ഞാൻ റീഡിംഗ് റൂം എത്താൻ. എന്നിട്ട് നൈറ്റ് ഒരു 11-12 വരെ ഞാൻ റീഡിംഗ് റൂമിലുണ്ടാവും. പക്ഷെ 12 hours എനിക്കൊരു മാക്സിമം 7 അത്രയൊക്കെ ഉള്ളൂ. കാരണം ബിയോണ്ട് ക്ലാസ്സസ്, ടെസ്റ്റ്, കീ ഡിസ്കഷൻസ്, പിന്നെ ഫുഡ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇടയ്ക്ക് നമ്മൾ ഇതാകുമ്പോൾ നടക്കാൻ പോകും. അതുകൊണ്ട് ഈ ഫുൾ ടൈം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. 6 to 7 ഒക്കെ മാക്സിമം ആണ്. അതിൽ കൂടുതലൊക്കെ പോയത് വളരെ റെയർ ഡേയ്സിൽ മാത്രമേ ഉള്ളൂ. 5 to 6 ആയിരിക്കും എപ്പോഴും ആവറേജ്. പക്ഷെ 5 to 6 hours ഞാൻ ഡെഫിനറ്റ്ലി അവിടെ ഇട്ടിട്ടുണ്ടാവും. അതിനകത്ത് ഒരു ഇതും വരുത്തിയിട്ടുണ്ടാവില്ല. അപ്പോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഏത് സമയം ഇടണം എന്നുള്ളത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയമാണെങ്കിൽ ഞാൻ ബാക്കി എല്ലാം മാറ്റി വെച്ചാൽ 5 to 6 hours പ്രോപ്പർലി ഫോക്കസ് ചെയ്യും. ആ സമയത്ത് എനിക്ക് ടാസ്ക് ഉണ്ടാവും, ഞാനത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. പിന്നെ ഞാൻ ഈ 3 വർഷം പ്രിപ്പയർ ചെയ്തതിന്റെ ഒരു ക്യുമുലേറ്റീവ് ഇമ്പാക്റ്റും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഏത് അറ്റംപ്റ്റ് ആണ്, നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റി എത്രയാണ്, നമുക്ക് എത്ര സമയം ഇരിക്കാൻ പറ്റും, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റഡി അവേഴ്സ്. അപ്പൊ അതിനൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല, നമ്മൾ തന്നെ ഒരു പോയിന്റിൽ കണ്ടുപിടിക്കേണ്ടതാണ്. ഇനി ഒന്ന് സിദ്ധാർത്ഥ്, ഇപ്പം ആക്ച്വലി നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ നമ്മൾ സ്വയം ഐഡന്റിഫൈ ചെയ്ത കുറെ പ്ലസും മൈനസും ഉണ്ടാവും, അല്ലെങ്കിൽ ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ടാവും. അപ്പോൾ ഒരു സീരിയസ് ആസ്പിരന്റിനോട് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ വാട്ട് വുഡ് യു സേ, ഓക്കെ ദീസ് ആർ ദ തിങ്സ് യു ആർ നോട്ട് സപ്പോസ് ടു ഡു ഇൻ ദ പ്രിപ്പറേഷൻ ജേർണി എന്ന് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഡോൺസ് ആണെങ്കിൽ ഞാൻ ആദ്യം പറയുന്നത് സാർ, ഒരു മൈൻഡ്ലെസ് ലിസണിങ് ടു അതേഴ്സ് ഒപ്പീനിയൻസ് പലപ്പോഴും ചെയ്യാറുണ്ട്. കാരണം നമുക്കിപ്പോ മില്യൺസ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ്, UPSC ഇൻഫ്ലുവൻസേഴ്സ് ആയി, ഈ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ അഭിപ്രായം കാണും. പക്ഷെ ഈ അഭിപ്രായം ഒരിക്കലും ശരിയാവണം, ഫാക്ച്വൽ ആവണം, വസ്തുതാപരമാവണം എന്നില്ല. ഒരു സാധനത്തിനെ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് അയാളുടെ പാറ്റേൺസ് ആണ്. ഇപ്പൊ ഒരു മെന്റർ ആണ്, സാറിന് തന്നെ അറിയായിരിക്കും, നമ്മളൊരു 100 ആസ്പിരൻസിനെ മെന്റർ ചെയ്തിട്ടുള്ള ഒരാൾക്ക് കറക്റ്റ് ആയിട്ട് പറയാം, ഇന്ന ആൾക്കാരിൽ ഞാൻ ഇതൊരു ഗുഡ് പാറ്റേൺ കണ്ടിട്ടുണ്ട്, സ്കോറിംഗ് പാറ്റേൺ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ടോപ്പർ ഇപ്പൊ ഞാൻ ഇരുന്ന് പറഞ്ഞാൽ പോലും എനിക്കറിയില്ല വാട്ട് ഹാസ് ബീൻ വർക്ക്ഡ് ഇൻ മീ എന്നുള്ളത്. അപ്പൊ ആ സബ്ജക്റ്റീവ് ഒപ്പീനിയൻസിനെ മാറ്റി വെച്ച് നിങ്ങളൊരു 10, 20, 30 പേരുടെ സ്റ്റോറീസിനെ അനലൈസ് ചെയ്യുക, എന്നിട്ട് പാറ്റേണിലേക്ക് വരിക. അല്ലാതെ നമ്മൾ ആരിൽ എന്ത് പറഞ്ഞു, ചില ആൾക്കാർ പറയാം ആ ബുക്ക് പഠിച്ചാലേ കിട്ടും, എന്നാൽ നേരെ ആ ബുക്കിന്റെ പിറകെ പോവാ. ചിലര് ന്യൂസ് പേപ്പർ വായിക്കുക വേണ്ട, കമ്പൈലേഷൻ മതി, അതൊന്നും വർക്ക് ചെയ്യണം എന്നില്ല. അപ്പോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആവശ്യമില്ലാത്ത ഒപ്പീനിയൻസിന്
ചെവി കൊടുക്കാതെ Okay. എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, സിലബസ്, ഉം. ടോപ്പേഴ്സ് ആൻസർ കോപ്പി, ടോപ്പേഴ്സ് ടെസ്റ്റിമോണിയൽസ്, മെന്റേഴ്സ് അഡ്വൈസ്, Okay. Okay. ഇത്രയും കാര്യങ്ങളെ വെച്ചിട്ട് ഡിസിഷൻ എടുക്കണം. ഓക്കെ. സിദ്ധാർത്ഥ്, അതുപോലെ ഇറ്റ്സ് ലൈക്ക് ഓപ്ഷണൽ. ഇപ്പോൾ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രിലിംസിനോടൊപ്പം പഠിച്ചു പോകേണ്ട, അല്ലെങ്കിൽ പ്രിലിംസ് ചെയ്യുന്ന സമയത്ത് തന്നെ അയാളുടെ മെയിൻസ് ഓപ്ഷനിലൊക്കെ പഠിച്ചു തീർത്തെങ്കിലേ അയാൾക്ക് നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാനും ടെസ്റ്റുകൾ എടുത്തിട്ട് പ്രിലിംസ് കൊടുത്ത് പ്രിലിംസിന് ശേഷം ഈ മെയിൻസിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. കാരണം പ്രിലിംസ് കഴിഞ്ഞ് ഓപ്ഷനിൽ പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഗുഡ് സ്ട്രാറ്റജി അല്ല. അപ്പോൾ ഈ ഓപ്ഷനിൽ ചൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ പലർക്കും പല ആസ് യു സെഡ് ദാറ്റ് അത് സബ്ജക്റ്റീവ് ആണ്, അത് അവരുടെ ടേസ്റ്റ് ആണ്. ബട്ട് സ്റ്റിൽ ഒരു ഓപ്ഷനിൽ ചൂസ് ചെയ്യുമ്പോൾ ആസ്പിരന്റ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട എലമെന്റ്സ് ഫ്രം യുവർ എക്സ്പീരിയൻസ്. ഇപ്പം മേ ബി സിദ്ധാർത്ഥം ചിലപ്പോൾ ഒരു ഓപ്ഷനിൽ ചൂസ് ചെയ്യുന്നത് കുറേ ചിന്തിച്ചിട്ടായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഓപ്ഷനിൽ ചൂസ് ചെയ്ത് വേറൊന്ന് മാറ്റി വേറൊന്ന് അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പം ഒരു ആസ്പിരന്റിനോട്, ഒരു ഫ്രഷറോട് എന്തായിരിക്കും സിദ്ധാർത്ഥന് ഓപ്ഷണൽ ചൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാനുള്ളത്? ഓപ്ഷനിൽ ഞാൻ മുന്നേ പറയാറുണ്ട് സാർ, ഇറ്റ്സ് ലൈക്ക് ചൂസിങ് എ പാർട്ണർ എന്ന് പോലെയാണ്. കോമ്പാറ്റിബിലിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എക്സാക്ട്ലി. നമുക്കൊരു ആ സബ്ജക്റ്റ് ആണ് നമ്മുടെ 500 മാർക്ക് അവരുടെയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്കത് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോൺ. അപ്പൊ ആ കോമ്പാറ്റിബിലിറ്റി ഫാക്ടർ, നമ്മളുടെ പേഴ്സണൽ കോമ്പാറ്റിബിലിറ്റി നോക്കാം. സെക്കൻഡ്ലി, നമ്മൾ കോമ്പാറ്റിബിൾ ആണെങ്കിലും അത് മാർക്ക് കിട്ടാത്ത ഓപ്ഷനിലാണെങ്കിൽ കാര്യമില്ല. അപ്പൊ നമ്മൾ നോക്കുക ഒരു ഇനഫ് ആൻഡ് മോർ ഓപ്ഷണൽ ടോപ്പേഴ്സിന് നമുക്ക് അവിടെ ഉണ്ടോ എന്നുള്ളത്. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അത് മോഡൽസ് കിട്ടും, പിന്നെ അതേപോലെ സ്കോറിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത്. മൂന്നാണ് മെന്റർഷിപ്പ്, ഗൈഡൻസ്, മെറ്റീരിയൽ. അത് മൂന്നും വേണം. ഇതില്ലാതെ ഒരു സബ്ജക്ട് നമ്മൾ ഒന്നേന്ന് നമുക്കൊരു പുതിയ പ്രവേശം വെട്ടിപ്പിടിക്കാൻ അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടത്തി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല എക്സാമിനേഷൻ. അപ്പോൾ ഇറ്റ്സ് ഓൾറെഡി ചില ആൾക്കാർ നടന്ന പാതകളിലൂടെ തന്നെ നടക്കുക, അതിനെ കുറച്ചുകൂടെ നമുക്ക് ഇംപ്രവൈസ് ചെയ്യാം. ഈ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു ഓപ്ഷനിൽ നമ്മൾ എപ്പോഴും ഡിസൈഡ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇപ്പൊ നമുക്ക് ഇനിയിപ്പം പ്രിലിംസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പൊ GS ലേക്ക് വരുമ്പോൾ, പേപ്പർ 1 വരുമ്പോൾ കോർ സബ്ജക്ട്സ് ഹിസ്റ്ററി, എക്കണോമി, ജോഗ്രഫി, പൊളിറ്റി, എൻവയോൺമെന്റ് ഒക്കെ ഉണ്ട്. അപ്പം അതിനെല്ലാം ഒരു ഹയർ ഈൽഡിങ് ഏരിയാസ് ഉണ്ട്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ് ചെയ്യേണ്ടാത്തത്. യു ഹാവ് ദ ബെറ്റർ ഐഡിയ അബൌട്ട് ദാറ്റ്, ഐ മീൻ റിഗാർഡിംഗ് ദ പാസ്റ്റ് എക്സാം. അപ്പോൾ എന്തായിരിക്കും നമുക്ക് ഒരു ഹയർ ഈൽഡിങ് ഏരിയ അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യുകയാണെങ്കിൽ എവിടെ എന്തൊക്കെ ഫോക്കസ് ചെയ്യണം, എന്തൊക്കെ നമ്മൾ ജസ്റ്റ് വായിച്ചാൽ മതി, അങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ടോ? ഉണ്ട് സാർ. ഇപ്പൊ പൊളിറ്റി ആണെങ്കിൽ എന്തായാലും ഫണ്ടമെന്റൽ റൈറ്റ്സും പാർലമെന്റും ചോദിച്ചിരിക്കും. Yes. ഫണ്ടമെന്റൽ റൈറ്റ്സ്, പാർലമെന്റ്, ജുഡീഷ്യറി, അത് ഏറ്റവും കോറാണ്. അപ്പൊ അതില് നമ്മളൊരു, ഞാൻ പറയുകയാണെങ്കിൽ ഒരു 7 തവണയെങ്കിലും ആ ലക്ഷ്മികാന്തിലെ ചാപ്റ്റേഴ്സ് വായിച്ചാലും ദാറ്റ് വിൽ റിവാർഡ്. പക്ഷേ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ അത്രയും വായിക്കേണ്ട കാര്യമില്ല, വളരെ റെയർ ആയിട്ട് വരുന്ന. അപ്പൊ ഈ ഒരു സാധനം നമ്മൾ PYQ എന്നാണ് ഈ അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് എത്തുന്നത്. അത് ഒന്ന്. എക്കണോമിയിലും ഇതേപോലെ തന്നെ ഇപ്പോ ഇൻഫ്ലേഷൻ, മോണിറ്ററി പോളിസി, ടാക്സേഷൻ, ഫിസ്ക്കൽ പോളിസി, ഇത് ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ വരും. പക്ഷെ GDP പാർട്ടിയിൽ നിന്ന് ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻ കാൽക്കുലേഷൻ ബേസ്ഡ് വന്നാലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻഷിയേഷൻ പ്രോപ്പറായിട്ട് ഉണ്ടാക്കി അതിന്റെ മുകളിലേക്ക് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് സമയത്തിൽ കൂടുതൽ മാർക്ക് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. Exactly. So thank you so much for spending this much time with us, and wishing you all the best for the future endeavors. Thank you so much. Thank you, sir. Gallant IAS, chasing your passion to ace.